നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ ഇന്നലെയും അൽ നസർ തോറ്റല്ലോ, അൽ ഖാദിസിയോട് തോറ്റു. ഇപ്പോൾ തുടർച്ചയായി 2 കളികൾ പൊട്ടി, ഒരു കളി സമനില. അങ്ങനെ ഒന്നാം സ്ഥാനത്ത് നിന്ന് അൽ നസർ ഇപ്പോൾ 2ാം സ്ഥാനത്ത്, അതും 1ാം സ്ഥാനക്കാരായ അൽ ഹിലാലിനേക്കാൾ 4 പോയിൻ്റ് പുറകിലാണ്. അപ്പോൾ ഈ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി താരങ്ങളെ കൊണ്ടുവരാൻ പറ്റുമോ, വിദേശ താരങ്ങളൊക്കെ എത്തിക്കുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ കോച്ച് ജോർഗെ ഹീസസ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് യൂറോപ്പല്ല സൗദി, യൂറോപ്പ് പോലെയല്ല സൗദി. യൂറോപ്പിൽ നിങ്ങൾക്കൊരു ടീമിൽ എത്ര താരങ്ങളെയും വിദേശ താരങ്ങളെ കളിപ്പിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈൻ ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ അങ്ങനെയല്ല. അദ്ദേഹം ഒടുവിൽ അക്കാര്യം തുറന്ന് പറയുകയാണ്. അദ്ദേഹം പറയുന്നത്, ഇൻ സൗദി അറേബ്യ ഇറ്റ്സ് നോട്ട് ലൈക്ക് യൂറോപ്പ്, യൂറോപ്പ് പോലെയല്ല സൗദി അറേബ്യ. യൂറോപ്പിൽ നിങ്ങൾക്കൊരു പ്ലെയറെ മാറ്റണമെങ്കിൽ ആ പൊസിഷനിലേക്ക് മറ്റു താരത്തെ എളുപ്പത്തിൽ വളരെ ഈസിലി നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഫോറിൻ പ്ലെയേഴ്സിൻ്റെ എണ്ണത്തിനൊന്നും ഒരു ലിമിറ്റുമില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ഫോറിൻ പ്ലെയറെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. കാരണം ടീമിന് 10 ഫോറിൻ പ്ലെയേഴ്സാണ് ഉണ്ടാവുക, അതാണ് നമുക്കുള്ളത്. സോ ഇപ്പോൾ നമുക്ക് ഒരു വേക്കൻറ്റ് സ്ലോട്ടുമില്ല, ഒരു വിദേശ താരത്തെ കൊണ്ടുവരാൻ ഒരു വേക്കൻറ്റ് സ്ലോട്ടുമില്ല. അൺലെസ് വി ലെറ്റ് വൺ ഓഫ് ദം ഗോ. നമ്മുടെ ടീമിലുള്ള ഒരാളെ ഒഴിവാക്കാതെ അല്ലെങ്കിൽ സെല്ല് ചെയ്യാതെ ഇനി ഒരു വിദേശ താരത്തെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ലീഗും സൗദിയിലെ ലീഗും അതുപോലെ യൂറോപ്പിലെ ലീഗും തമ്മിലുള്ള വ്യത്യാസം എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് അവർ കേസസ് പറഞ്ഞു. അതായത് ഇപ്പോൾ യൂറോപ്പിലൊക്കെ എത്ര വിദേശ താരങ്ങളെയും സൈൻ ചെയ്യാനൊക്കെ പറ്റും, അവരെ നമുക്ക് കളിപ്പിക്കാനും പറ്റും. ഇവിടെ അങ്ങനെയല്ല. കൃത്യമായ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 10 വിദേശ താരങ്ങളെ പറ്റുകയുള്ളൂ. 10 വിദേശ താരങ്ങൾ ഇപ്പോൾ അൽ നസറിൻ്റെ ടീമിലുണ്ട്. അപ്പോൾ ഇനിയൊരു മികച്ച വിദേശ താരത്തേക്ക് കൊണ്ടുവരണം ഏതെങ്കിലും പൊസിഷനിലേക്ക് എന്ന് കരുതിയാൽ നിലവിലുള്ള ഏതെങ്കിലും വിദേശ താരത്തെ വെക്കേണ്ടി വരും. അപ്പോൾ അത് ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് തന്നെ ജോർഗെ ഹീസസ് സമ്മതിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.